ठीक है। ओ चाकू मार दिया। उसके बैठ में क्या होगा, ड्रामा कर रहा क्या? ഈ ട്യൂഷൻ വരുന്ന ഓട്ടം ഉണ്ടോ? ओ सर पुलिस वाला नहीं है। मैं जुआ खेल रहा था इसलिए पकड़ रहे होंगे। हाँ शायद। अच्छा वो बैठा है वहां पर शायद। अच्छा ये था वो। ओ कैसे बैठ गया था उनके साथ है खाने के लिए। छुपने के लिए बैठा हुआ, बस बहाना किया उसने खाने का। पकड़ लिया उन्होंने सबको। പോലീസുകാരന്റെ അടുത്താണോ സ്ഥലക്കച്ചവടം? ഇടിച്ചതിന്റെ സെന്ററൊക്കെ എന്നാ ഉണ്ടോ? മിഴി രണ്ടിലും എന്തിനു നാണം അതു കണ്ടിട നിറമാനം ദിനരാവുകളിൽ ചെറുപുഞ്ചിരികൾ മധുമുന്തിരി നീര് ചുരന്നു തരും ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം ये इसकी ड्रेस शादी की है। ये इसकी है। ഉലകാകെയൊരോട്ടം ഉയിരിൻ കഥയാട്ടം ദയാട്ടം ओ फिर से आ गया। अबे, इसकी वाइफ मिसिंग थी ना। मिली। अच्छा मिल गई। अच्छा मिल गई। अब ये क्यों इसका आए दोस्त फिर भी ये? आ गया। अच्छा इसके साथ भागी थी ये। किससे कुछ बात करेगा। ഒന്നുമില്ല ശൈലജ വരത്തില്ലേ? തരും. വേറെ സ്ത്രീകളായിട്ട് എന്തെങ്കിലും ബന്ധം? അങ്ങനെയൊന്നുമില്ല. അയാൾക്ക് മറ്റേതിനും കുഴപ്പമുണ്ടോ? प्रॉब्लम तो कुछ है नहीं इसको। പറയുന്നു. കൂടെ ജീവിക്കാൻ അത് ശരിയാവില്ല സാറേ. മാനസികമായിട്ട് എനിക്കൊരു പൊരുത്തമില്ല. इसके साथ है। സാറിനെ നിർബന്ധിക്കേണ്ട സാറേ. എങ്ങനെയെങ്കിലും കേസൊന്ന് ഒഴിവാക്കി തരണം സാറേ. अपनी मर्जी से जाना चाहते हैं। कर भी क्या सकता है अभी। തിരുത്താനും ഞാൻ തയ്യാറാണ് സാർ. കാര്യമൊന്നുമല്ല, ഇവൾക്ക് അവനോട് പ്രണയം, അതന്നെ കാര്യം. മോളില്ല എനിക്ക് ജീവിക്കാൻ बेटी പറ്റില്ല चाहिए സാർ. അത് ശരിയാവത്തില്ല സാറേ. वो भी नहीं दे देखिए സിന്ധു നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ. എൻ്റെ മുമ്പിലിരുന്ന് വെല്ലുവിളിയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ നോക്കിയിട്ട് ഇയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ एक दिन उसे 2 दिन അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് ऐसा कर रहा था, दिन बांट रहा था। സംസാരിക്കണം. എന്താണ് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല കൊച്ചിനോട് ജീവിക്കണം എന്നുള്ളത്. लेकिन वो അതുകൊണ്ട് ഞാൻ ഇവിടെ तैयार नहीं है പറയണം. उसकी मम्मी भी। सैटरडे संडे के साथ हैं? हैं। उसकी बेटी नहीं है? കൊച്ചു സാധനമാണ് എൻ്റെ. इसी की बेटी है वो। यानी पहले से था फिर अफेयर। പറ്റിക്കാൻ വേണ്ടി പറയാനല്ല സാർ. कितना गलत किया उसने अपने हस्बैंड के साथ। उसे ही साथ करते फिर शादी पहले। इसको मारेगा क्या ये? करेगा शायद उससे। അത് നിന്റെ കൊച്ചാണോ? എടി വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ.
അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും फर्स्ट टाइम कमिश्नर बन गया मैं. हाँ बेनिटा डोमिनिक नाइस नेम बस कार्ड दे रहा ना सबको. शादी कार्ड देने आया था ना. സർ ഒരു 1 വീക്ക്. स्टेशन हाउस ऑफिसर cannot be spared for so long man സർ what വീട്ടിലാരുണ്ടായിരുന്നു? മകനും മരുമകളും. Call was from Panambali Nagar. There's a theft case. You just go and find out. I'll send you the telephone number and address. चोरी का केस है. All the best. എന്നാണ് സ്വർണം കാണാതെ പോയത് നിങ്ങൾ അറിഞ്ഞു? ആക്ച്വലി കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷൻ ഇടാൻ വേണ്ടി നോക്കിയപ്പോഴാണ്. നേരത്തെ ഒരു മെയ്ഡ് ഉണ്ടായിരുന്നു, അവർ പക്ഷെ നിർത്തിപ്പോയി. അവരെന്ത് പറഞ്ഞാണ് പോയത്? ലാസ്റ്റ് അവർ ഉച്ചയാകുമ്പോഴേ ആരോ കാണണമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ കോണ്ടാക്ട് ഒന്നുമില്ല. इनके घर में सोना चोरी हुआ. നിങ്ങൾ അവസാനമായി സ്വർണം കണ്ടു എന്ന് പറയുന്നത് ഈ സ്ത്രീ പോയതിനു ശേഷം? शायद वो जो इनके यहाँ काम वाली बाई थी ना, उसने चोरी किया या तो. ഏത് റൂമിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്? മാസ്റ്റർ ബെഡ്റൂമിൽ. हाँ उसने चोरी किया शायद. വരുന്നുണ്ടോ? ഈ റൂമിൽ വേറെ ആർക്കൊക്കെ ആക്സസ് ഉണ്ട്? സാധാരണ മുമ്പൊക്കെ സെർവന്റ് വരുമായിരുന്നു. मेरे कजन भी तो रहते हैं वहाँ. ആ मेड से बात ഇതായിരുന്നു അവർ ലാസ്റ്റ് അയച്ച മെസ്സേജ്. അമ്മ മരിച്ചുപോയി എന്ന് उसकी इसकी माँ मम्मी मर गई थी वो. वहीं क्या चले पता जाएंगे. बहाना बनाया उसने. उनके घर पे चले गए वो. അവിടെ നേരെ വരുമ്പോൾ ഡെഡ് എൻഡ് ചെയ്യുന്നു റൈറ്റ്ലി. हो गए वो वहाँ. ഞാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. എന്താ സാറേ, ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ. എനിക്ക് അടുക്കളയിൽ ഇത്തിരി പണിയുണ്ടായിരുന്നേ. അപ്പാർട്ട്മെന്റിൽ 7A ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നോ? ഓ അല്ല സാറേ, നിന്നായിരുന്നു. അവിടുന്ന് 15 പവന്റെ സ്വർണ്ണ കളവ് പോയിട്ടുണ്ട്. അയ്യോ, ഇന്ന് പോകാൻ യാതൊരു താല്പര്യമില്ല. ഞങ്ങള് പാവങ്ങളെ പറ്റി എന്തിനാ സാറേ ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് ആളെ കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും പിടിച്ച് കള്ളനാക്കിയാൽ മതിയോ? अरे चावल भी गिरा. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും सारे? ये श्योरिटी के साथ कैसे कहते थे? नहीं चोरी, उसी ने चोरी की. ऐसे तो हो सकता है उसने नहीं की होगी चोरी. ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് നീ സത്യസന്ധമായി മറുപടി പറ. നീ ഉച്ചയ്ക്ക് ഞാനെന്ന് ഓർക്കണില്ല സാറേ. നീ അന്ന് നെട്ടൂര് പോവാണെന്ന് പറഞ്ഞായിട്ട് ഓർക്കുന്നു. ഒരു കൂട്ടുകാരെ കാണാൻ പോയതാ. എന്നിട്ട് കൂട്ടുകാരനെ കണ്ടോ? അവളവിടെ गई ഇല്ലായിരുന്നു थी സാറേ. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഉച്ച കഴിഞ്ഞ് നെട്ടൂര് പോയിട്ടില്ല. ഇല്ല സാറേ, പോയി. ഞാൻ പറയുന്നു നീ അന്ന് ഉച്ച ഇത് എന്നുള്ളതിന്റെ മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. വിശ്വാസമില്ല അല്ലേ? क्या मैंने ड्राइव गई थी. पता नहीं गई कि नहीं गई. अच्छा वीडियो दिखाएगा वो. 90378 നീ അവസാനമായിട്ട് ആ ഫ്ലാറ്റിൽ ജോലിക്ക് പോയ ദിവസം 2 മണിക്ക് നീ പനമ്പള്ളി നാറ്, 2:30 നീ മറൈൻ ഡ്രൈവ്. 2 बजे मरीन ड्राइव में. ज्वेलरी मरीन ड्राइव. अच्छा ഇതിനെക്കുറിച്ച് ഭവതിക്ക് എന്താണോ പറയാനുള്ളത്? ഞാനൊരു സ്വർണ്ണം എടുത്തിട്ടില്ല സാറേ. ദേ अभी मना कर रही है. क्या पता किसी और ने निकाला होगा. ये इसका इसका हस्बैंड है. കൂലിപ്പണിയാ സാറേ. അപ്പൊ രാജേന്ദ്രോ, ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചാലേ നിന്റെ പെണ്ണുമ്പുള്ള വീട്ടുവേലയ്ക്ക് എന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരു ഇതിനോടുള്ളപ്പോ അതിന്റെ ആവശ്യമില്ല. എന്താണ് രണ്ടുപേരുടെ പോലീസുകാരെ പൊട്ടന്മാരൊക്കെ കാണും. ഞാൻ വീട്ടുജോലിക്ക് പോയെന്നുള്ളത് നേരാണ്. अच्छा उसको पता ही नहीं है. ചോദിച്ചാ ചേട്ടൻ എന്നെ വിടത്തില്ലായിരുന്നു. ചേട്ടൻ വിടത്തില്ല. അപ്പോ ഞാൻ ചേട്ടൻ അറിയാതെ കൊണ്ട് വിറ്റു. പിറ്റേ ദിവസം മുതൽ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞ് പണിയും നിർത്തി. 18 साल पहले माँ मर गई थी ना उसकी. ചോദ്യം ചെയ്യണമെങ്കിൽ झूठ बोला സ്റ്റേഷനിലേക്ക് വരാം. പിള്ളേരെ കാണട്ടാ അവരുടെ അമ്മയുടെ വീരകൃത്യങ്ങൾ. പറയടി, എടുത്തുണ്ടെങ്കിൽ പറ. എടുത്തോലിയോ? कबूल दिया एक्सेप्ट कर लिया उसने. എന്നിട്ട് നീ ആ സ്വർണ്ണം എന്ത് ചെയ്തു?
മറൈൻ ഡ്രൈവിൽ ഫാഷൻ ജ്വല്ലറിയിൽ വിറ്റ്. स्कूल फीस अच्छा स्कूल की फीस देने के लिए കുടുംബശ്രീ പൈസ കൊണ്ടിരുന്നൊക്കെ മനസ്സിലായില്ലേ? ഞാൻ ചോദിച്ചോ സാറേ? ഞാൻ പറഞ്ഞ സാറേ കുടുംബശ്രീന്ന് ലോൺ കിട്ടിയതാണെന്ന്. കാര്യം जो लोन ले रखा इसने. പറ്റാൻ മോഷ്ടിക്കൊന്നും വേണ്ട സാറേ. ഈ വീട് ഞാൻ ഉണ്ടാക്കിയതാ, അധ്വാനിച്ച്. സാറിനറിയോ KPC ഗ്രൂപ്പ്? Good work, good work. Well done. ആ കോൺട്രാക്ടർ കൂടെ 12 കൊല്ലം പണിയെടുത്താ. അവര് പുറത്തു പോകുമ്പോ വീട് പൂട്ടിയിട്ട് उसने अपनी मजबूरी की वजह से किया, करना नहीं चाहते लेकिन बच्चों की फीस देने के लिए, घर का सामान लेने के लिए उसने चोरी की. बच्चे हैं उसके. अच्छा ये लड़की ने ये तो वही है गाना गाया था. एनसीसी. ചെയ്യല്ലേ? कितनी ट्रॉफी है उसकी. ഞങ്ങളീ മനസ്സിലാവും സാറേ, എന്താണേലും സത്യസന്ധമായി ജീവിക്കണം അച്ഛനെ മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ പ്രോപ്പറായിട്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തെന്നുള്ളൂ. സാറേ. അമ്മയുടെ പണം മകളുണ്ടല്ലോ, SH സ്കൂളിലെ പ്ലട്ടൂൺ ക്യാപ്റ്റൻ ശാലിനിയുടെ അമ്മയാണ് സാറേ. ഇവിടെ तो कुछ कर नहीं पाएगा वो ऊपर वाला ऑफिसर. प्रॉपर एक्शन करने के लिए बोल रहा हूँ. വാ കൊണ്ടോ. चोरी नहीं करनी चाहिए थी ना उसे. उसकी भी मजबूरी थी. सबने देख लिया. ചെയ്തിട്ടുണ്ട്. മോഡി രേഖപ്പെടുത്തുക. ആ കംപ്ലൈന്റ് വിളിച്ചു വരുത്തുക. സ്കെച്ചിട്ട് വെച്ചിട്ടുണ്ട് സാറേ. എടാ നീ കൃത്യം സ്കെച്ച് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പൊ തന്നെ 10 മിനിറ്റ്. ये स्टार्टिंग वाला सीन. स्नैचर मिल गए थे ना. അവിടെ അപ്പുറത്തൊരു കാടില്ല സാറേ, കാടിനകത്ത് ഉണ്ടാവും. ആ കയറി പോവാ, അപ്പുറത്ത് കൂടിയും പോവാ. ഇവിടെ മൊത്തം നിങ്ങൾ ആ വഴി വാ, ഞാൻ വഴി പോവാം. സാറേ വളവേരി ഞങ്ങോട്ട് പോയാൽ മതി, അവന്മാരിൻ്റെ അകത്തുണ്ട് സാറേ. നമ്മളിവിടെ വന്നു സാറേ, നമ്മളെല്ലാം അങ്ങനെ കാട്ടി കൊടുക്കാനും കൂട്ടി കൊടുക്കാനും നിൽക്കാറുണ്ട് സാറേ. ലാസ്റ്റ് നമുക്ക് തീരും നടന്നുകൊണ്ടിരിക്കും. Oh my God, कहाँ रहे छुपे हुए हो हैं? आइलैंड हो. बहुत बड़ा है. ये भी अकेले जा रहा है देखो. ये उसकी बाइक. ഇവിടെ തന്നെ ഉണ്ട് സാറേ അവന്മാര്, ഇവിടെ കാണും. बाकी सभी को भी लाता अपने साथ. അവന്മാര് ബൈക്ക് इसको अकेले नहीं जाना चाहिए था, अपनी टीम को साथ में लेके जाना चाहिए. 2 लोग हैं वो, 2 से ज्यादा जा सकते हो. अबे ले जाएगा भी कैसे वो उसकी जोर से. गाड़ी तो कहाँ है उनकी. अच्छा अब बोला उसने. डंडे से मारा. तो अच्छा उसके सर में नहीं मारा. वो तो बाकी गुंडों को भी लेके आ जाएंगे. पकड़ लिया. पटक दिया.
और भी आ गया अब तो। कौन है? गुंडे हो तो। ये है मेन। अरे वो ऐसा ही होगा, मारने लग गया उसे। ओ गर्दन तोड़ दी। ठीक। ओ चाकू मार दिया। पुलिस आ गई। अच्छा उसी ने मारा। अच्छा अब आई पुलिस। जो इंजर्ड हो गया वो। സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു. കൂട്ടിന് കുറെ രാഷ്ട്രീയക്കാരും ഹ്യൂമൻ റൈറ്റ്സുകാരും എന്ത് ഇതേപോലെ കാട്ടിക്കയറി ഒളിച്ചിരിക്കുമ്പോ നീ ഇരിക്കുന്ന കാട്ടിലേക്ക് മറുകൊട്ടേഷൻ ഓരോ പോലീസുകാരുടെ പേരുത് ചാകണമെങ്കിൽ ഈ ജോലി ഞാൻ ആഗ്രഹിച്ച് മേടിച്ചാണ്. ആഗ്രഹിച്ച്. അതുകൊണ്ട് കഴിവറ മക്കളെ. पुलिस आगे अब आए। आईसीयू में सीधे आगे होश। ഞങ്ങളുടെ ജോലിയിൽ കല്യാണത്തിന് 5 ദിവസം കൂടി ഉള്ളൂ. 5 दिन है उनकी शादी में। പോലീസുകാരനെ കെട്ടി റിസ്ക് എടുക്കണമെന്ന് ആലോചിക്കും. ഞങ്ങളുടെ ജോലിയുടെ സ്വഭാവം എങ്ങനെയാണ്? ഏത് സമയത്ത് എങ്ങോട്ടാണ് ആരുടെ പുറകെയാണ് ഓടേണ്ടി വരുന്നത് പറയാൻ പറ്റില്ല. प्रेग्नेंट भी हो गई इसे तो आगे का दिखा दिया। अच्छा ये भी अपनी जॉब से अभी तक ड्यूटी पे ऑन ड्यूटी। ओ फिर भी अकेले ही जा रहा था। इंसिडेंट हो चुका था ऐसे वाला। भाग्य ഒരു അതിമാനുഷ്യനല്ല. അയാൾക്ക് പറന്നുയരാൻ ചിറകുകളുമില്ല. അയാൾ ഇവിടുത്തെ സാധാരണ പോലീസ്. അയാൾ ഒരു തുടർച്ചയാണ്. पीछा नहीं छोड़ता है बिल्कुल। हो गए ढे। आगे से फोन। बेबी गर्ल बेटी हो गई है। बारिश है। तो यहाँ पर ये फिल्म खत्म होती है। एक्शन हीरो बिज्जू और एक्शन से भरपूर मूवी। एक ईमानदार पुलिस ऑफिसर की कहानी थी, लेकिन अब स्टोरी भी क्या थी? स्टोरी नहीं थी कुछ नजर नहीं आई इसमें। बस छोटे मोटे केस आ रहे थे। मतलब कहानी तब ज़्यादा इफेक्टिव होती जब वो मतलब किसी केस को ज़्यादा इलाबोरेट करके दिखाते। कोई ऐसा केस तो था नहीं कि जो बहुत क्रिटिकल हो, जिसमें एक ही केस चलता रहा। हाँ, एक वो केस आया भी था जिसमें वो लेडी जब उसमें जंप करती है, नदी में जंप करती है, मुझे लगा कि तो उसके बाद जो ऑफिसर गायब हुआ था उसका पता नहीं चला। तो कुछ चीजें उसमें वैसे छोड़ दी गई हैं। मुझे लगा कि वो अब
इस केस को पकड़ेगा हाँ। तो ये लास्ट फिल्म के लास्ट तक हाँ, चलेगा। मुझे लग रहा था कि ये केस पकड़ेगा, फिर दूसरा केस आया, तीसरा केस आया, वो- ऐसे छोटे छोटे केस आते जा रहे थे पूरी वो movie सॉल्व में। करता जा रहा था। हाँ अब फिर मूवी चलती जा रही थी। हाँ, जैसे मूवी का नाम है एक्शन हीरो, तो शायद उसी को माइंड में रख के पूरी स्टोरी लिखी गई है कि हर उसमें ज़्यादातर एक्शन ही दिखाया गया है निविन पॉली का। स्टोरी में कुछ काम नहीं किया है ना इसमें। हाँ, बस लास्ट में शादी भी नहीं दिखाई, बस सीधे बच्चा दिखा दिया। निपटाने वाला काम हो रहा था। हाँ, तो इस तरह से फिल्म वैसे नहीं बनी जाती। पर उतनी बोरिंग भी नहीं है, Boring, मजेदार हाँ। है। एक्शन देख के बीच Action में जो भी- कॉमेडी सीन आया था, कुछ कॉमेडी है, कुछ एक्शन है। बाकी एक पुलिस वाले की जिंदगी चल रही है जैसे हाँ। वैसे दिखाई दिया। कैसी होती है। हाँ, और अगर हम मूवी के हिसाब से देखें तो जितनी भी पुलिस ऑफिसर की कहानी होती है वो किसी केस पे उलझ जाती है हाँ, और उस केस फिर वो केस चलता जाता है और एंडिंग में जाके बहुत मुश्किलों से ख़त्म हो जाता है। इस तरह से ज़्यादातर मूवीज़ हमने देखी हुई हैं। मलयालम में भी हैं बहुत सारी ऐसी मूवीज़, हाँ, लेकिन उस टाइप की मूवी नहीं है। पर एंटरटेनिंग है, मुझे काफी Entertaining। एंटरटेनिंग लगी। जबकि स्टोरी मतलब थी भी नहीं उतनी कुछ, पर फिर भी मजेदार थी। मजा आता है निविन पॉली को स्क्रीन पे देख के, उनकी स्क्रीन प्रेजेंस इतनी अच्छी है, इंसान बोर ही नहीं होता उनको देख के। मतलब कॉमेडी और एंटरटेनमेंट से भरपूर ही फिल्म थी। हाँ, बस थोड़ा स्टोरी की कमी लगी, बाकी ओवरऑल सबकी मतलब उस लड़की से भी फ़ोन पे बात कर रहा था ज़्यादातर। और कुछ ऐसा केसेस भी आए कि जब वो क्या उसका वॉकी टॉकी खो गया उसके साथ वाले पुलिस ऑफिसर का। उसके कलीग का। अब उसके बाद वो ये भी नहीं दिखाया कि वो सस्पेंड पूरा हुआ या कुछ दिनों तक हुआ ना, कुछ टाइम के लिए था वो, 2-3 महीने के लिए था। 2-3 महीने के लिए था। हाँ, बाकी फिल्म थोड़ा सा लंबी खींची गई, वैसे लंबी नहीं बन सकती थी ये फिल्म ना। थी वैसे उतनी लंबी मतलब नहीं थी। हाँ, मतलब जैसे जिस तरह से 2 घंटे 20 मिनट की फिल्म थी तो ये और कम हो सकती थी। बस थोड़ा जबरदस्त खींचा गया है। हाँ, और जो स्टार्टिंग का सीन था जब ये फिल्म शुरू हो रही थी तो मुझे लगा कि इस केस में इस जो पूरी इन्वेस्टिगेशन होगी, लेकिन ऐसा कुछ भी नहीं यही था। चीज चलेगी फिल्म हाँ, में या सेकंड हाफ के बाद चलेगी। मैं इंतजार कर रहा था, मैं वेट कर रही थी कि अभी आएगा। ऐसा लेकिन कुछ छोटे नहीं छोटे केस वो चलते जा रहे हैं। ये थोड़ा एंडिंग में दिखाया। हाँ, बस वही दिखाया वहीं पर थोड़ा वो इससे चाकू मारता है, हाँ। फिर उसकी जान बच जाती है। कहानी थोड़ा इंटरेस्टिंग तब हो जाती है जब वो एक केस को ज्यादा दिखाते है ना, और केस से तब और मजा आता मूवी को देखने में। वैसे तो मजा आया, पर तब बहुत ज्यादा मजा आता फिर। अब ऐसे तो बहुत सारे मतलब एक आम कहानी बन गई फिर ये ना कि एक पुलिस ऑफिसर केस सॉल्व करता जा रहा है। छोटे मोटे बड़ा केस तो शायद आया नहीं उसके पास। हाँ, कुछ नहीं था, बस वही था एक जो पॉलिटिशियन वाला स्नैचिंग का केस। पॉलिटिशियन वाला आया था, वो थोड़ा वैसे था, प्रेशराइज करने वाला था। और तो मतलब ऐसा लगा जैसे कि ये किसी रियल स्टोरी पे बेस्ड फिल्म है, ऐसा लगा मुझे कि ज़्यादातर रियल स्टोरी बेस्ड फिल्म ऐसे ही बनती है। अब पता नहीं ये रियल स्टोरी पे बेस्ड है या नहीं। बाकी मज़ा आया फिल्म को देख के। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक यू सो मच। थैंक यू सो मच।